മിഥുൻ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലത്തെ നിന്റെ കിടപ്പ് കണ്ടപ്പോ എന്റെ നെഞ്ചിലൊരു വെള്ളിടി വീണ പോലെയായിരുന്നു. നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഈ അമ്മ ഉണ്ടാവില്ലായിരുന്നു മോനെ. അങ്ങനെയൊന്നും പറയല്ലേ, എനിക്കിപ്പോ ഒന്നും ഉണ്ടായില്ലല്ലോ. നിനക്കൊരു കാര്യം അറിയോ മോനെ, ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചു നിൽക്കാനുള്ള കാരണം ഒരേ ഒരാളാ, നിന്റെ ഭാര്യ മേഘന. നിന്റെ ശരീരത്ത് കയറിയ വിഷത്തിന് മറുമരുന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് അവളാ. ആ മരുന്നില്ലായിരുന്നെങ്കിൽ വെള്ള പുതച്ച് നടുമുറ്റത്ത് കിടത്തിയിരിക്കുന്ന നിന്നെ കണ്ട് ഞങ്ങൾ ജീവച്ചവം പോലെ ആയനെ. താങ്ക് യു സോ മച്ച് മേഘനെ. അയ്യോ, മിഥുനേട്ടൻ എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നേ? മിഥുനേട്ടനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? കടമ നിർവഹിക്കുന്ന വ്യക്തിയോട് കൃതജ്ഞത പറയേണ്ട കാര്യമൊന്നുമില്ല. വേറെ വല്ലതുമായിരുന്നെങ്കിൽ ഞാനും അങ്ങനെയൊന്നും പറയില്ലായിരുന്നു. പക്ഷേ പ്രാണൻ രക്ഷിച്ചു തന്നവരോട് ജീവിതകാലം മുഴുവൻ കൃതജ്ഞത ഉണ്ടാവണമെന്നല്ലേ? ഹലോ ഹലോ മിസിസ് മേഘനാനന്ദൻ. നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ നീ ഇപ്പോൾ മീഡിയക്കാരെയൊക്കെ വിളിച്ചൊരു മീറ്റിംഗ് കൂടി ഭാരത് ടൗൺഷിപ്പ് പ്രൊജക്ട് എനിക്ക് തന്നു എന്നുള്ളത് അനൗൺസ് ചെയ്യാൻ സമയമായി. ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? മീഡിയക്കാരെ വിളിച്ചു വരുത്തി അതെങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാ ചെയ്യ്. ആയിക്കോട്ടെ. ഹലോ, PR രമേശ് അല്ലേ സംസാരിക്കുന്നേ? എത്രയും പെട്ടെന്ന് മിഥുനന്ദന്റെ വീട്ടിലേക്ക് കുറച്ച് മീഡിയക്കാരെ പറഞ്ഞയക്കോ? മേഘനെ, ഇപ്പൊ എന്തിനാ പ്രശ്നം വിളിക്കുന്നത്? ഒരു കാര്യം ഉണ്ടായിരുന്നു വെച്ചാ. എന്ത് കാര്യമാണെന്നാ ചോദിച്ചത്? ഇപ്പൊ മീഡിയക്കാരെല്ലാരും വിളിച്ചു വരുത്തി അവരോട് പറയാനുള്ള എന്ത് ന്യൂസ് എവിടെയുള്ള? ഒരു കാര്യമുണ്ടമ്മേ, കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്കത് മനസ്സിലാവും. എന്താ മേഘനെ, ഇത് എന്തിനുള്ള പുറപ്പാടാ? പുതിയ നാടകം കളിയാണോ? മീഡിയക്കാരെന്തിനാ വിളിപ്പിക്കുന്നേ? അവരുടെ മുമ്പിൽ വെച്ച് പറയുന്ന കാര്യം എന്തുകൊണ്ടാ? അവരൊക്കെ വരുന്നതിന് മുൻപ് ഞങ്ങളോട് ആരോടും പറയാത്തത്? നീ എന്ത് വിഡിത്ത വിളിച്ചു പറയാൻ പോകുന്നേന്ന് ആർക്കറിയാം? വ്യക്തമായ ധാരണയോടെ തന്നെ അവരെ വിളിച്ചു വരുത്തുന്ന വിഡിത്തം വിളിച്ചു പറയാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല മഞ്ജരി. നിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചല്ലല്ലോ ഞാൻ പ്രവർത്തിക്കാറുള്ളത്. കാര്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് എന്നെ ഭരിക്കാൻ വരുന്ന നിന്റെ ഈ സ്വഭാവം നിർത്തിക്കോ. കേട്ടു ആന്റി. ആന്റിയുടെ മുൻപിൽ വെച്ച് എന്തൊക്കെ തോന്നിവസങ്ങൾ ഇവള് പറയുന്നേ? പണിക്കാരെ വിളിച്ചു വരുത്തുന്നത് പോലല്ലേ പ്രസ്സുകാരെ വിളിച്ചവള് വാർത്താ സമ്മേളനം നടത്തുന്നേ? കാര്യം എന്താണെന്ന് ചോദിച്ചാ അതുപോലും മാഡത്തിനോട് ചോദിക്കാൻ പാടില്ലത്രേ. മീഡിയക്കാരെ വിളിക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യ? തൊണ്ടക്കുഴിന്ന് വരെ ന്യൂസും പിഴുതോണ്ട് പോകുന്ന ആൾക്കാരാ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, എന്നെ ഭരിക്കാനുള്ള നിന്റെ ഈ വ്യഗ്രത വേണ്ടെന്ന്. ഇവിടെ കിടന്ന് നീ ഒച്ച വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണമില്ലാതൊന്നും ചെയ്യാനും മാത്രം വിഡിയല്ല ഞാൻ. മീഡിയക്കാരോട് ഒരു കാര്യം പറയാനുണ്ട്. അത് പറയുന്ന സമയത്ത് നീ അറിഞ്ഞാ മതി. അതുവരെ ഒന്ന് അടങ്ങി നിൽക്ക്. മേഘനാനന്ദൻ, അങ്ങനെ നീ എന്റെ വഴിക്ക് വന്നു അല്ലേ? മിഥുൻ ഇനി ഒരിക്കലും എന്റെ മുന്നിൽ പത്തി വിടർത്തിയാടാൻ ശ്രമിക്കില്ല. ഇതിലും വലിയൊരു വിജയം ഇനി സ്വപ്നങ്ങളിൽ മാത്രം.
മാഡം എന്താ പെട്ടെന്നൊരു പ്രസ് മീറ്റ് വിളിച്ച്? എന്താ അത്രയും വലിയ ന്യൂസ്? എല്ലാവർക്കും നമസ്കാരം. നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. പ്രതിഷ്ഠാത്മകമായ എത്രയോ കെട്ടിടങ്ങൾ കെട്ടിക്കൊടുത്തിട്ടുള്ള വലിയ ചരിത്രമാണ് ഞങ്ങളുടെ കമ്പനിക്കുള്ളത്. അതുപോലെ ഈ ഇടക്കാലത്ത് ഭാരത് ടൗൺഷിപ്പ് പ്രൊജക്ടിന്റെ ടെൻഡറും ഞങ്ങൾ തന്നെയാണ് നേടിയിരിക്കുന്നത്. റബ്ബർ പോലെ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന എന്തിനാ? കാര്യം അങ്ങോട്ട് പറഞ്ഞ് പെട്ടെന്ന് കട്ടനിടാൻ നോക്ക്. ആ ഭാരത് ടൗൺഷിപ്പ് പ്രോജക്ട് പ്രവീൺ മാധവന് കൈമാറിയിരിക്കുകയാണെന്ന് അഭിമാനപൂർവ്വം മീഡിയയോട് പറയുന്നേ. ഭാരത് ടൗൺഷിപ്പ് പ്രോജക്ട് ഡിലേ ചെയ്യാതെ പെട്ടെന്ന് തന്നെ തുടങ്ങും. ഇനിയൊരു 4 ദിവസത്തിനോടകം ആ പ്രൊജക്ടിന്റേതായ പ്രാരംഭ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ്. ഇത്രയും പെട്ടെന്നത് തുടങ്ങാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഞങ്ങളുടെ ഈ പ്രൊജക്ട് ധാരാളം മധ്യവർത്തി കുടുംബങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒന്നാണ്. അവരുടെ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്ന സാക്ഷാത്കാരമാണിത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് ഉടമസ്ഥരെ ഏൽപ്പിക്കണം. നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷന്റെ MD മിസ്റ്റർ മിഥുൻ നന്ദന് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഈ തീരുമാനം എനിക്ക് നിങ്ങളെ അറിയിക്കേണ്ടി വന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്രയും നല്ലൊരു തീരുമാനം എല്ലാവരെയും അറിയിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വന്നതിന് നന്ദി. താങ്ക് യു സോ മച്ച് മാഡം. മേഘനയുടെ അതിസാമർത്ഥ്യം കണ്ടില്ലേ? പ്രൊജക്ട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം ഏത് വകുപ്പിലാണ് പ്രോജക്റ്റ് പെട്ടെന്ന് തുടങ്ങുമെന്ന് മീഡിയക്കാരെ അവൾ അറിയിച്ചത്? പ്രോജക്റ്റ് ഫയൽ ഇപ്പൊ നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നേ. പിന്നെ അവൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? ആരോട് ചോദിച്ചിട്ട് നീ ഇങ്ങനൊരു തീരുമാനം എടുത്തേ? നീ നിന്റെ തോന്നിയാസത്തിന് അനൗൺസ് ചെയ്ത മിഥുന്റെ അവസ്ഥ നിനക്കും അറിവുള്ളതല്ലേ? ഹലോ മേഘനെ, നിന്റെ തലയ്ക്ക് സ്ഥിരതയില്ലാണ്ടായോ? അതോ ഭർത്താവ് കിടപ്പിലായപ്പോ സ്വയം അങ്ങ് നകളിക്കാന്ന് കരുതിയോ? പ്രോജക്റ്റ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം എങ്ങനെയാടി നീ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ? ആ പ്രോജക്റ്റ് ഇപ്പൊ പ്രവീൺ മാധവന്റെ പ്രൊജക്റ്റാ. അതിൽ തൊട്ട് നീ എങ്ങനെ കളിക്കും? പ്രവീൺ മാധവ്, എനിക്ക് ബുദ്ധിസ്ഥിരതയില്ലെന്ന് താൻ വിചാരിക്കുന്നത് അവിടെ നിൽക്കട്ടെ. പകരം തനിക്ക് സ്ഥിരത നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആ പ്രൊജക്ട് തന്റേതാണെന്ന് ഏത് വകുപ്പിലാണോ താൻ പറയുന്നേ? അതെന്താ മേഘനെ, അരുണിമയുടെ സിഗ്നേച്ചറുള്ള ഫയൽ നീയല്ലേ എനിക്ക് കൊണ്ടുവന്ന് തന്നെ. ആ ഒരു സിഗ്നേച്ചർ മതി ആ പ്രോജക്റ്റ് എന്റെ സ്വന്തമാണെന്ന് പറയാൻ.
ഞാനെപ്പോഴും മേഘന അതിൽ സൈൻ ചെയ്തത്? എല്ലാം ഞാൻ പറയാമേ. വേറൊരു വഴിയില്ലാതെ വന്നപ്പോ അമ്മയുടെ സിഗ്നേച്ചർ ഞാൻ തന്നെ ഫോർജർ ചെയ്തേ. എന്ത്? ഫോർജറി ചെയ്തെന്നോ? അതെ അമ്മേ. അമ്മ എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വേറൊരു മാർഗമില്ലായിരുന്നു. മിഥുനേട്ടന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നു. പക്ഷെ അതോർത്തമ്മ പേടിക്കൊന്നും വേണ്ട. യഥാർത്ഥ സംഭവം കുറച്ചു നേരം കൊണ്ട് അമ്മയ്ക്ക് മനസ്സിലാവും. ഞങ്ങളുടെ അമ്മയുടെ സിഗ്നേച്ചർ അതിലുള്ളത് കൊണ്ടല്ലേ ആ പ്രൊജക്ട് നിങ്ങളുടെയാണെന്ന് നീ കൊടിപിടിക്കുന്നത്? അത് സത്യമല്ലേ? അത് കൊണ്ടു തന്നു നീയാ. ഈ ഫയൽ എന്റെ കൈവശമുള്ളിടത്തോളം ഇതിൽ അരുണിമ മാലിനിയുടെ സിഗ്നേച്ചർ ഉള്ള കാലം വരെ ഭാരത് ടൗൺഷിപ്പ് പ്രൊജക്ട് എന്റേത് തന്നെയാണ്. എന്നാ പിന്നെ അങ്ങനെ. നിനക്ക് അത്രയ്ക്കും വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഫയൽ ഒന്ന് തുറന്ന് അതിൽ സൈൻ ഉണ്ടോന്ന് നോക്കിക്കേ. എന്നിട്ട് എന്നോട് പറയും. എന്താടി നീ പുലമ്പുന്നേ? ടെൻഷൻ ആവാതെ ഇരിക്കും മാതാവ്. താനൊന്ന് ആ ഫയൽ തുറന്നു നോക്ക്. ആകാശ്, ആ ഫയൽ എടുത്തോണ്ട് വന്നേ. ഇപ്പൊ കൊണ്ടുവരാമോ? മേഘനെ, ഞെട്ടിത്തരിച്ചു പോയോ പ്രവീൺ മാധവ്? ഇന്നലെ വരെ അവിടെ ഉണ്ടായിരുന്ന സിഗ്നേച്ചർ ഇന്ന് എവിടെ പോയി മറഞ്ഞു എന്നായിരിക്കും താൻ ചിന്തിക്കുന്നത്. തലപ്പുണ്ടാക്കണ്ട. അതെവിടെ പോയെന്ന് ഞാൻ പറയാം. നന്ദൻ കുടുംബത്തെ മുക്കി മുടിക്കാൻ നീ പ്ലാൻ ചെയ്തപ്പോ നിന്നെ ആട്ടപ്പടലം പൂട്ടാനുള്ള പ്ലാൻ ഞാനും ഇട്ടു. ഞാൻ അതിൽ സൈൻ ചെയ്തത് സാധാരണ പെന്നുകൊണ്ടായിരുന്നില്ല മാധവ്. അതൊരു മാജിക് പെന്നുകൊണ്ടിട്ട സിഗ്നേച്ചർ ആയിരുന്നു. പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് മാത്രമേ അതുകൊണ്ട് എഴുതിയത് അവിടെ കാണുള്ളൂ. 12 മണിക്കൂർ കഴിഞ്ഞാ അത് വാനിഷ് ആയി പോവും. അതുകൊണ്ടല്ലേ നിനക്ക് ആ കടലാസിലെ സിഗ്നേച്ചർ കാണാൻ കഴിയാത്തത്? അതിലിപ്പോ ആരുടെയും സൈൻ ഇല്ല. സൂത്രങ്ങളും കുതന്ത്രങ്ങളും നിനക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് വെറുതെ അങ്ങ് നെകളിക്കല്ലേ പ്രവീൺ മാധവ്. നീ ഒരു ചുവട് മുന്നോട്ടായുമ്പോ ഞാൻ 100 ചുവട് മുന്നോട്ട് പോയിരിക്കും. നിന്റെ തലച്ചോറ് കീറി മുറിച്ച് നിന്റെ പ്ലാൻ ഞാൻ നിനക്കെതിരെ തിരിച്ചുവിടും. ഇനിയെങ്കിലും നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മേലിൽ നന്ദൻ ഗ്രൂപ്പ് ഓഫ് കൺസ്ട്രക്ഷന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ധൈര്യപ്പെടാതെ കഴിയുന്നത് പെട്ടെന്ന് തന്നെ കട്ടയും പടവും മടക്കി പോവാൻ നോക്കിക്കോ. മേഘനാനന്ദൻ, ഈ പ്രവീൺ മാധവനെയാണോ നീ കബളിപ്പിക്കാൻ ശ്രമിച്ചത്? ഒരു സൈൻ ഫോർജറി ചെയ്ത് എന്നെ വെറും കിഴങ്ങനാക്കി കളഞ്ഞല്ലേ? ഈ പ്രവീൺ മാധവനെ നീ വല്ലാതെ കുറച്ച് കണ്ടു കളഞ്ഞു. നിന്റെ വലയിൽ കുരുങ്ങിയ ഒരു ചെറിയ മത്സ്യമാണ് ഞാനെന്ന് കരുതിയോ? നിനക്ക് ഊഹിക്കാൻ പറ്റാത്തത്ര വലിയ തിമിംഗലാടി. അത് നിന്നെയും നിന്റെ കുടുംബത്തെയും വിഴുങ്ങുന്നത് വരെ അത് വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് ഹിയർ. എന്താ ഇതൊക്കെ മേഘനെ? എന്താ സംഭവിച്ചത്? മിഥുനേട്ടനെ വിഷം കുത്തിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത് മറ്റാരുമല്ല മിഥുനേട്ട, അതാ പ്രവീൺ മാധവായിരുന്നു. ശരിക്കും എന്താ സംഭവിച്ചെന്നറിയോ? മിഥുന്റെ പ്രാണൻ കാറ്റത്തുലയുന്ന ദീപം പോലെ അണയാൻ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? നടന്ന സംഭവത്തിന്റെ ഒക്കെ സൂത്രധാരൻ ഞാനല്ലേ മോളെ. അപ്പൊ ഈ എനിക്കല്ലാതെ മറ്റാർക്കല്ല അറിയാ? പ്രവീൺ മാധവ് അറിയാതെ ഒരു ഇല പോലും ഇവിടെ അനങ്ങില്ല. ആ മറുമരുന്ന് വേണമെങ്കിൽ
ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം. എന്താ ഞാൻ ചെയ്യണ്ടേ? ദ പ്രസ്റ്റീജിയസ് ഭാരത് ടൗൺഷിപ്പ് പ്രോജക്റ്റ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാണെന്നുള്ള രീതിയിൽ നിന്റെ ഭർത്താവിനെ കൊണ്ടോ നിന്റെ അമ്മായിയമ്മയെ കൊണ്ടോ ഒരു സൈൻ ചെയ്യിപ്പിച്ച് എനിക്ക് തരണം. അതുപോലെ ഈ ഭാരത് ടൗൺഷിപ്പ് പ്രൊജക്ട് നിങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് മീഡിയയിലേക്ക് ഒരു അറിയിപ്പും കൊടുക്കണം. നിന്റെ ഭർത്താവിനെ രക്ഷിക്കാനുള്ള മറുമരുന്ന് ഞാൻ നിനക്കങ്ങ് തന്നേക്കാം. ആ പ്രവീൺ മാധവ് വിഷമാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ജീവനെടുക്കാൻ മടിയില്ലാത്ത കൊലപാതകയാണെന്ന് വിചാരിച്ചില്ല. ആ പ്രവീൺ മാധവൻ ഇതിനു മുമ്പ് കിട്ടിയൊന്നും പോരെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം കൊടുക്കുന്ന അടിയോടുകൂടി അവൻ വീണ്ടും ഈ മംഗലാപുരത്തു നിന്ന് ഓടിപ്പോണം. അവൻ കള്ളനാണെന്ന് അറിയാമെങ്കിലും എന്റെ മോനവൻ ദ്രോഹിക്കുന്നു കരുതിയില്ല. എന്റെ മോന്റെ ജീവനെ തൊട്ട് കളിച്ചവരെ വെറുതെ വിടരുത്. അവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് അടങ്ങും ഞാൻ. അരുണിമേ അമ്മേ. വേണ്ട, അരുണിമേ പറയുന്ന കേക്ക്. എന്താ? അരുണിമേ വേണ്ട. ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും പ്രവീൺ മാധവന് ധൈര്യം ഉണ്ടാവരുത്. അവന് തക്ക ശിക്ഷ കൊടുത്തേ അടങ്ങും ഞാൻ. ഈ തവണ വിട്ടുകൊടുത്ത ഇനി അവൻ എന്റെ മോനെ അപകടപ്പെടുത്തും. അമ്മേ, മോം വേണ്ട. അരുണിമേ, മിഥുൻ പ്ലീസ്. അരുണിമേ അവിടെ നിൽക്കാൻ. അമ്മേ, അമ്മേ വേണ്ട. മോം ആ മേഘനയുടെ അഹങ്കാരത്തിന് അവളെ കൊണ്ട് ഞാൻ കനത്ത വില തന്നെ കൊടുപ്പിക്കും. എന്നെ അവൾക്ക് ശരിക്കറിയില്ല. പലരുടെയും കുതികാലുവെട്ടിയും കൊന്നും മുടിച്ചും തന്നെയാ ഞാൻ ഇവിടം വരെ എത്തിയത്. അതവൾക്കറിയില്ല. ആ എനിക്കിട്ട അവള് പണിഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ ഓൾ ഒരു പെണ്ണെന്നെ എത്ര നിസ്സാരമായിട്ടാ പറ്റിച്ചത്. അവൾക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. വിടില്ല ഞാൻ. ഒരു പാഠം പഠിപ്പിക്കാതെ വിടില്ല. അരുണിമ മാലിനി, എന്ത് തോന്നിയാസത്? നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? നിന്നെ കൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് മംഗലാപുരം കടലിലെ തിമിംഗലങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ പോവാടാ ഞാൻ. നിന്റെ ഇഷ്ടദേവതയെ അവസാനായിട്ടൊന്ന് സ്മരിച്ചോ. മംഗലാപുരത്തെ കടൽ തീരം നിന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി കാത്തിരിക്കുവാടാ. അരുണിമേ വേണ്ട. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എന്റെ ജീവൻ എടുക്കുന്നോണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബ പേരാ. ആലോചിച്ച് നോക്ക്. എന്നെ കൊന്നിട്ട് നീ രക്ഷപ്പെടൂ. നീയും ജയിലിൽ കിടന്ന് അഴിയണ്ണില്ലേ? ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അതൊന്നും ഓർമ്മിക്കുന്നത് നല്ലതാ. മിണ്ടാതിരിക്കടാ. നിന്നെ കൊന്നിട്ട് ജയിലിൽ കിടക്കാൻ പേടിക്കുന്നവളല്ലടാ അരുണിമ. നിന്നെ പോലൊരു വൃത്തികെട്ട പുഴുവിനെ മംഗലാപുരത്ത് മാത്രമല്ലടാ, ഈ ഭൂമിക്ക് മുകളിൽ വെച്ചാ പോലും പാപ. മരിക്കാൻ തയ്യാറായിക്കോ പ്രവീൺ മാധവ്. ഈ ട്രിഗർ ഒന്ന് അമർത്തിക്കഴിഞ്ഞോ ഈ ബുള്ളറ്റ് നിന്റെ തലയൊട്ടി പിളർന്ന് അപ്പുറത്തെത്തും.
എന്തുപറ്റി? നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ നീ. എന്താ, ജീവൻ പോകുമ്പോഴുള്ള പേടിയാണോ? ഈ പേടി ഉണ്ടാവേണ്ടത് ഞാൻ തോക്ക് ചൂണ്ടിയപ്പോ ആയിരുന്നില്ലടാ. എന്റെ മോനെ അപകടപ്പെടുത്താൻ ശ്രമിക്കും മുമ്പായിരുന്നു. അരുണിമ മാലിനിയുടെ മകനെ വിഷം കൊടുത്ത് കൊല്ലാന് മാത്രം ധൈര്യം ആയോടെ നിനക്ക്? പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചപ്പോ തല കയറിയിരുന്ന് നിരങ്ങാൻ നോക്കുന്നു. ഞങ്ങള് മിണ്ടാതിരുന്നപ്പോ മന്ദബുദ്ധികളാണെന്ന് വിചാരിച്ചു നീ. എന്റെ ഈ മൗനവും സഹനൊന്നും മാറ്റിവെച്ചാ നിന്റെ അവസാനാണെന്നുള്ള കാര്യം നീ അങ്ങ് മറന്നുപോയോ? ഒരു ക്ഷണം മറ്റൊന്നും ചിന്തിക്കാതെ ഞാൻ ഈ ട്രിഗറൊന്ന് അമർത്തിയ അവിടെ തീരുവട നിന്റെ എല്ലാ അഹങ്കാരങ്ങളും. എന്തായി കാണിക്കുന്നേ? ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്റെ അമ്മാവനെ ഭീഷണിപ്പെടുത്തുന്നോ? എന്റെ അമ്മാവന്റെ ബലം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ. അമ്മാവനൊന്നും ഞൊടിച്ചാ മതി, നിങ്ങൾ 3 എണ്ണം കൂടെ ചത്തു മലർന്ന് വീഴും. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുന്നത് എന്റെ അമ്മാവനാ. നിങ്ങളുടെ നന്ദൻ കുടുംബത്തെ നശിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. മതിയടാ, നിർത്ത്. ആരോടാ ഒച്ച വയ്ക്കുന്നത്? കടലും കടലാടിയും തിരിച്ചറിയാനാവോ നിനക്ക്? ആന ചിഹ്നം വിളിക്കുന്ന കേട്ട് അണ്ണാ മാ വിളിച്ച വാ കീറിപ്പോടാ. ഞാൻ ഒരു പത്തി വിടർത്തുന്നു. അധികം വിളഞ്ഞ നിന്റെ അമ്മാവനേക്കാളും മുമ്പ് ആദ്യത്തെ കൊണ്ട് നിന്റെ പള്ള കയറിക്കൊണ്ട് പോകും, പറഞ്ഞേക്കാം. ഇനി അധികം വാതർന്ന നിന്റെ നാവ് ഞാൻ പിടിച്ചെടുക്കും, കേട്ടോടാ. മിണ്ടാ നിന്നോളൂ അവിടെ. നീ ഇരുട്ടത്താണ് കല്ലെറിയുന്നത്. എനിക്ക് നിന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരു ക്ഷണം പോലും വേണ്ട.